ഉജ്ജ്വലമായ വിജയം UDF-നുണ്ടാവും. കേരളത്തിൽ അതിശക്തമായ UDF-ന്റെ തിരിച്ചുവരവായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ. സംസ്ഥാനത്തുടനീളം ഞങ്ങൾ നല്ല തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ടീം UDF ആയിട്ട് കേരളം മുഴുവൻ മത്സരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഈ ഗവൺമെൻറ്റിന് തെറ്റായ കാര്യങ്ങളെ മുഴുവൻ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും. അവർ മറന്നുപോയ കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ള പൊതുപ്രവർത്തകരുടെ കർത്തവ്യം ഞങ്ങൾ നിർവഹിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സമഗ്രമായ മാറ്റമുണ്ടാക്കുന്ന ഒരു മാനിഫെസ്റ്റോ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. സർക്കാരെതിരായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ച കുറ്റപത്രവും അതുപോലെ ഞങ്ങൾ എന്തു ചെയ്യുമെന്നുള്ള മാനിഫെസ്റ്റോയുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച. തീർച്ചയായും ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ള അത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയമാകും, ഒരു സംശയവും വേണ്ട. കാരണം അതിൻ്റെ പുറകിൽ ഒരു CPM ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പങ്കാളികളായ ആളുകളെ ഇപ്പോഴും CPM സംരക്ഷിക്കുകയാണ്. മോഷണ കുറ്റത്തിന്, അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്തതിന് ജയിലിൽ പോയ 2 നേതാക്കന്മാർക്കെതിരായി നടപടിയെടുക്കില്ല എന്ന് പറയാൻ തൊലിക്കെട്ടി കാണിച്ചൊരു പാർട്ടി സെക്രട്ടറിയാണുള്ളത്. എന്താ കാര്യം? അവരെ പേടിയാണ്. അവർ മൊഴി കൊടുത്താൽ വലിയ വമ്പൻ നേതാക്കന്മാർ പെടുമോ എന്നുള്ള പേടിയിലാണ് അവർക്കെതിരായി നടപടിയെടുക്കാതിരിക്കുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ ഈ വിഷയം ഗൗരവമായി കേരളം ചർച്ച ചെയ്യും. അയ്യപ്പൻ്റെ ശ്രീകോവിലിലെ വാതിലും കട്ട്ളയും ദ്വാരപാലക ശില്പവും കൊള്ളയടിക്കുകയും ഒരു പ്രാവശ്യം, രണ്ടാമത് കൊള്ളയടിക്കാൻ ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാമത് കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകളെ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോകണം. ജയിലിലേക്കുള്ള ഈ ഘോഷയാത്ര തുടരുകയാണ്. ഒരു സംശയം വേണ്ട, അത് ഉണ്ട്. ഈ പത്മകുമാറിന്റെ മൊഴി പുറത്തു വരുന്നുണ്ട്. തന്ത്രിക്കെതിരെയാണ് പത്മകുമാറിന്റെ മൊഴി അടക്കം പുറത്തു വരുന്നത്. തന്ത്രിക്കെതിരെ മാത്രമല്ലല്ലോ, തന്ത്രിക്ക് അറിയാമായിരുന്നു. തന്ത്രിയല്ലല്ലോ ഉത്തരവാദി, തന്ത്രിയല്ലല്ലോ. അത് SIT അന്വേഷിക്കട്ടെ. തന്ത്രിയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, ഈ സംഭവം കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോർഡ് മെമ്പർമാരെ അറിയിച്ചിരുന്നു, ദേവസ്വം വകുപ്പിനെ അറിയിച്ചിരുന്നു, അതായത് കടകംപള്ളി സുരേന്ദ്രനെ അറിയിച്ചിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ അറിയാമായിരുന്നു ഇത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ അടുത്തേക്ക് അയച്ചതും കടകംപള്ളി സുരേന്ദ്രൻ. 2018-19 കാലത്ത് കടകംപള്ളി സുരേന്ദ്രന് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട്. ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാം. 2019 ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. അല്ലാതെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയണത് എപ്പോഴാണ്? ഈ കോടതി ഇടപെട്ടപ്പോഴാണ് അറിയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ അപ്പോഴല്ല, 2019 ഈ മോഷണം നടക്കുന്ന കാലത്താണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ പുറത്തു വരും. അതുകൊണ്ടാണ് CPM ഇതിലെ കുറ്റവാളികളെ, ശബരിമലയിലെ കവർച്ചക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എടുത്തിരിക്കുന്നത്. അതിന് മറുപടി CPM-നെ കൊണ്ട് ജനങ്ങൾ പറയിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇതിൽ ഈ ശബരിമലയിൽ അവസാന വാക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായി തന്ത്രി തന്നെയാണ്. പക്ഷെ തന്ത്രിയുമായിട്ടുള്ള ഈ ബന്ധം ഈ തട്ടിപ്പിൽ ഉപയോഗിച്ചു എന്നുള്ള നിലയിലാണ് ഇത് കാണുന്നത്. അല്ല, അത് വരട്ടെ എന്ന് SIT അന്വേഷിക്കട്ടെ. ഹൈക്കോടതി നിയോഗിച്ച SIT അവരുണ്ട്, അവരന്വേഷിക്കട്ടെ. എന്നിട്ട് ഹൈക്കോടതിയിലേക്കല്ലേ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഹൈക്കോടതി അത് പരിശോധിക്കട്ടെ. ഞാൻ കുറ്റവാളികളെ തീരുമാനിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ അന്നിരുന്ന ആളുകളാണ്. രാഷ്ട്രീയ തീരുമാനമാണ്, പൊളിറ്റിക്കലായിട്ടുള്ള എടുത്ത ഡിസിഷനാണ് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. രണ്ടാമത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ആരും അറിഞ്ഞില്ലല്ലോ, നാട്ടിലാരും അറിഞ്ഞില്ലല്ലോ ആദ്യത്തെ കളവ്. അപ്പോൾ രണ്ടാമത് കാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് തന്നെ. ഇവർക്കറിയാമായിരുന്നു, നമുക്കറിയില്ല. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കും അറിയില്ല, പക്ഷെ കട്ടവർക്കറിയായിരുന്നു. ആദ്യം പോയി നല്ല കോടികൾ കിട്ടിയെന്ന്. അപ്പോൾ രണ്ടാമത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇറങ്ങിയത്. അപ്പോൾ രണ്ടാമത് ഇറങ്ങിയ ആളുകളും ഇപ്പോൾ കോടതി പറഞ്ഞല്ലോ ഇതല്ല. ഇപ്പം ഞങ്ങൾ പറഞ്ഞതിൽ ഒരു നുണ പോലും ഉണ്ടായിരുന്നു, അതിശയോക്തി വല്ലതും ഉണ്ടായിരുന്നു. ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതല്ലേ കോടതി ശരിവെച്ചിരിക്കുന്നു.